പരിശുദ്ധമായ ശഅബാനിന്റെ വഴിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. പരിശുദ്ധമായ ശഅബാൻ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ പവിത്രമായ റമളാനിൽ എന്നെ എത്തിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്തു. പരിശുദ്ധമായ ശഅബാനിന്റെ നിറഞ്ഞ മനസ്സോടെ നമ്മളൊക്കെ ദുആ ചെയ്തവരാണ്. ആ പവിത്രമായ ദുആയുടെ ആനന്ദം കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, പവിത്രമായ റജബ് നമ്മിൽ നിന്ന് വിട പറഞ്ഞല്ലോ. ഈ ഉള്ള മാസത്തിലാണ് ബറാഅത്തിന്റെ രാവ് വരുന്നത്. പരിശുദ്ധമായ ശഅബാനിന്റെ വഴികളിലൂടെ കടക്കുമ്പോ ഒരുപാട് നന്മകളാണ് അല്ലാഹു നമുക്ക് തരുന്നത്. അത് വേണ്ടെന്ന് വെക്കല്ലേ, അതെനിക്ക് ആവശ്യമില്ലെന്ന് പറയല്ലേ, എനിക്കതിന്റെ കാര്യം എന്താണെന്ന് പറയല്ലേ. മറിച്ച് നിറഞ്ഞ മനസ്സോടെ അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരുമല്ലോ, എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുമല്ലോ, എന്റെ സങ്കടങ്ങൾ മാറ്റുമല്ലോ, എന്റെ ദുഃഖങ്ങൾ മാറ്റുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അവിടെ നിന്ന് വരവേറ്റാൽ ജീവിതത്തിന് ബറക്കത്താണ്. നല്ല മനസ്സും നല്ല ഖൽബും കൊടുത്തിട്ട് അല്ലാഹുവേ ശഅബാനാണ് തട്ടിക്കളയൂല, ഒരിക്കലും നമ്മൾ നിന്നതിനെ ഖായിബാക്കൂല. റജബൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി, ശഅബാനിന്റെ മാസമാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ അതുകൊണ്ട് പവിത്രമായ ഹബീബിന്റെ ഈ മാസത്തിനെ നമ്മൾ ബഹുമാനിക്കണേ. എന്തിനേറെ ജീവിതത്തിൽ ഹബീബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ മാസമാണ്. എന്താണ് കാരണമെന്നറിയുമോ? ഹബീബിന്റെ മാസമെന്ന് പറയാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബിന് ശഫാഅത്തിന് അർഹത കൊടുത്തത് ഈ പരിശുദ്ധമായ മാസത്തിലാണ്. ഹബീബിന് ശഫാഅത്ത് ചെയ്യാൻ അവസരം കൊടുത്തത് ഈ പവിത്രമായ മാസത്തിലാണ്. അതുകൊണ്ടാണ് ശഅബാനെ നല്ലതുപോലെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. ഹബീബിന് അവസരം കൊടുത്തിട്ടുള്ള മാസം, ശഫാഅത്ത് ചെയ്യാൻ സാധുക്കളായ നമുക്കൊക്കെ വേണ്ടി ശഫാഅത്ത് ചെയ്യാനാ. الشفاعة قبلنا جل في القيامة مشفقا واغلنا إن يا سيدي خير النبي جل الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي. ശഫാഅത്തിന്റെ ഉടമസ്ഥർ നബിതങ്ങളാണ്. നമ്മളൊക്കെ മൗലിദിന്റെ കിതാബ് എടുത്ത് എന്താ സംഭവം എന്നറിയാം? നാളെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാൻ ഹബീബിന് കൊടുത്തിട്ടുള്ളത്, ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു അവസരം കൊടുത്തത് ഫീ ശഹരി ശഅബാൻ, അത് പരിശുദ്ധമായ ശഅബാനിലാണ്, പവിത്രമായ ശഅബാനിലാണ് ഹബീബിന് അവിടെ നിന്ന് ശഫാഅത്ത് പറയാനുള്ള അവസരം അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ആ ശഫാഅത്തിന്റെ ഉടമസ്ഥരാണല്ലോ നബിതങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഹബീബിന്റെ ശഫാഅത്ത് വേണോ? അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ. നിങ്ങൾക്കറിയുമോ, സാധാരണഗതിയിൽ നിസ്കരിക്കുന്നവര് ബറാഅത്തിന്റെ രാവിലെ 3 യാസീൻ ഓതുമ്പോ നിസ്കരിക്കാറുണ്ടല്ലോ. അങ്ങനെ നിസ്കരിക്കുമ്പോ മഹാരഥന്മാര് നിസ്കരിച്ചത് ആ യാസീൻ ഓതുമ്പോ ഇമാമുനാ ശാഫിഈ റഹിമഹുല്ലാഹ് കണക്കുള്ളവര് പറഞ്ഞിട്ടുള്ള പാഠങ്ങൾ നമുക്ക് പാഠമാണ് അല്ലേ? നമ്മൾ 3 യാസീൻ ഓതൂലേ? ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാം. പരിശുദ്ധമായ ശഅബാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി കടന്നുകൂടുന്നതുമാണ്.
ആ പവിത്രമായ ശഅബാൻ ഇഷ്ടം വെച്ച് കൊണ്ടുവരുമ്പോ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. എന്തിനേറെ ഇദാ കാനത്തിൽ ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ فقوموا ليلها وصوموا يومها. പരിശുദ്ധമായ ശഅബാനിൽ നിങ്ങൾ കിടക്കല്ലേ, നിങ്ങൾ കിടന്ന് ഉറങ്ങല്ലേ, അതിനു പകരം നിങ്ങൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആവേശത്തോടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് കരയുക. നിങ്ങളുടെ സങ്കടങ്ങൾ മാറാൻ, നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ ഇതിനേക്കാൾ സന്തോഷമുള്ള ഒന്നുമില്ലല്ലോ. ശഅബാനിന്റെ രാത്രികൾ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് വസൂമോ യൗമഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരാനാണ്. പല ആളുകളും അവിടെ നിന്ന് ഓതാറുണ്ടല്ലോ. എത്രയോ മഹാരഥന്മാര് എങ്ങനെയാണ് ചെയ്തതെന്നറിയുമോ? അവിടെ നിന്ന് സൂറത്ത് യാസീൻ ഓതുകയാണ്. ബറാഅത്തിന്റെ രാവിലെ 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. ഒന്നാമത്തത് ആയുസ്സിന് വേണ്ടിയിട്ടാണ്, രണ്ടാമത്തത് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്, മൂന്നാമത്തെ ആഖിബത്ത് നന്നായിട്ട് മരിക്കുവാനാ. എന്നാ മഹാരഥന്മാര് എങ്ങനെയാണ് ചെയ്തതെന്നറിയോ? കാമിലായ വുളുവെടുക്കും അവര്. മഹാരഥന്മാരായ ആളുകൾ ചെയ്തത്, അവര് കാമിലായ വുളു എടുക്കും. ആ വുളു എടുത്തിട്ട് അവരൊരു യാസീൻ ഓതുകയാണ്. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ ലിമാ ഖുരിഅ ലഹു, ഏതൊരു കാര്യത്തിനാണ് നമ്മൾ ഓതുന്നത്, ഏതൊരു ആവശ്യത്തിനാണ് നമ്മൾ ഓതുന്നത്, ആ ഓതുന്ന കാര്യത്തിനാണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ അങ്ങനെ ഒരു പവറുണ്ട്. ഏതൊന്നിനാണോ നമ്മൾ ഓതുന്നത്, ഏതൊരു കാര്യത്തിനാണോ നമ്മൾ ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യത്തിനാണ്. മക്കളുടെ പഠനമാണോ, ജീവിതത്തിന്റെ ബറക്കത്തിനാണോ, ജീവിതത്തിന്റെ സന്തോഷത്തിനാണോ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3 യാസീൻ ഓതുമ്പോ അതിൽപ്പെട്ട ഒന്നാമത്തത് ആയുസ്സിന്റെ വർധനവിന് വേണ്ടിയിട്ട്, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ഒരു യാസീൻ ഓതുമ്പോ, എന്റെ പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിൽ കരുതണേ. അല്ലാഹു എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനാണെന്ന് കരുതിയാൽ, അങ്ങനെ കരുതിയിട്ട് ഓതുകയും ചെയ്താൽ അത് ആ ഓതിയിട്ടുള്ള ആ ഒരു കാര്യത്തിന്, അത് ഓതിയിട്ടില്ല ആ ഒരു കാര്യത്തിനാണ്. പിന്നീട് അവിടെ നിന്ന് പറയുന്ന രണ്ടാമത്തെ യാസീൻ, ജീവിതത്തിൽ റിസ്ഖിൽ വർധനവുണ്ടാകാനാ. റിസ്ഖ് എന്ന് പറഞ്ഞ ഭക്ഷണം മാത്രമല്ല, ജീവിതത്തിന്റെ 2 അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ ഏതെല്ലാം മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന മേഖലകളിലൊക്കെ അല്ലാഹു വിജയം തരാൻ, അല്ലാഹു സന്തോഷം തരാൻ, ആ പോകുന്ന മേഖലകളിലൊക്കെ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ജീവിതത്തിന് ആവശ്യമുള്ളത് എന്തും, ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവൻ, അതെല്ലാം നല്ല മനസ്സോടെ, നല്ല നീയത്തോട് കൂടിയിട്ടാണ് അല്ലാഹുക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാ നമ്മൾ ഓതാനുള്ളത്. മൂന്നാമത്തതോ, എത്രയോ ആളുകൾ വഴിയോരത്ത് പിടഞ്ഞ് മരിക്കുന്നുണ്ട്, വാഹനം കയറി മരിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, നല്ല മനസ്സോടെ, നല്ല നീയത്തോടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുമ്പോ ലിമാ ഖുരിഅ ലഹു, ഏതൊരാവശ്യത്തിനാ നിങ്ങൾ ഓതിയത്, ആ ഒരാവശ്യത്തിന് തന്നെയാണ് സൂറത്ത് യാസീൻ. ഏതാവശ്യത്തിനാ നിങ്ങൾ ഓതിയത്, ആ ഓതിയിട്ടുള്ള ആ ആവശ്യത്തെ അല്ലാഹു നിറവേറ്റി തരും. മനസ്സിലായോ? 3 യാസീൻ നമ്മൾ ഓതണം. ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങും, ബറാഅത്തിൽ അങ്ങനെ നോമ്പുണ്ടോ, ബറാഅത്തിൽ അങ്ങനെ നോമ്പ് വെക്കാൻ പറ്റോ, ഇനി അങ്ങനെ എവിടെയാ ഉള്ളത്? ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്യുമ്പോ അതിനെ ചെയ്യാൻ സമ്മതിക്കാത്ത ആളുകളാണ്, അല്ലേ? അങ്ങനത്തെ മനുഷ്യന്മാരാണ് ദുനിയാവിന്റെ പുറത്തുള്ളത്. മുഅ്മിനേ,
എന്തിനാണ് പവിത്രമായ പരിശുദ്ധമായ ഈ ശഅബാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു വരുമ്പോ നോമ്പ് നോക്കാൻ പറഞ്ഞത്? തഫ്രീഖു കുല്ലി അംറിൻ ഹകീമിൻ ഫീഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം, എല്ലാ കാര്യങ്ങളുടെയും വിധി നിർണയിക്കുന്നത് ഈ രാവിലാണ്. എല്ലാ കാര്യങ്ങളുടെയും വിധി നിർണയിക്കുന്നത് ഈ രാവിലെ. അത്രത്തോളം പോരിശയുണ്ട്. അതുമാത്രമല്ല ഫളീലത്തുൽ ഇബാദത്തി ഫീഹാ, ഈ രാവിലുള്ള ഇബാദത്തിന് വലിയ ഫളിലാണ്. പിന്നെയോ നുസൂലുർ റഹ്മാ, അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നമുക്ക് തരും. അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് തരും. പിന്നെയോ നിറഞ്ഞ കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോടെ അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുമല്ലോ. അതുമാത്രവുമല്ല ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തിന് അള്ളാഹു അവസരം കൊടുത്തത് ഈ പരിശുദ്ധമായ മാസത്തിലാണ്. നിയ്യത്തോടുകൂടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മെച്ചപ്പെടുത്തിയാൽ അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങളെ സങ്കടപ്പെടുത്തൂല. അള്ളാഹു തആല ഖായിബാക്കാതിരിക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാം, അള്ളാഹു തന്ന ഏറ്റവും നല്ല ഒരു അവസരമായി നഷ്ടപ്പെടുത്തി കളയാനില്ല, ഇല്ലാതെയാക്കി കളയാനില്ല. അതുകൊണ്ടാണ് അന്ത ഉമ്മുൽ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ചൊല്ല് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി ചൊല്ല് ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി ചൊല്ല് അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. പരിശുദ്ധമായ ഹബീബിനെ പറ്റി ഇങ്ങനെ വർണ്ണിക്കുക. അത് ഹബീബിന് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഉറപ്പാ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടും. അതിനാണ് വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിറഞ്ഞ മനസ്സോടെ കരഞ്ഞിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്, സ്വഹാബാ, പരിശുദ്ധമായ ശഅബാനെ ഇഷ്ടം വിട്ടില്ലെങ്കിൽ പിന്നെ ഏതിനെയാ നിങ്ങൾ ഇഷ്ടം വെച്ചു കൊണ്ടുവരുന്നത്? പിന്നെ ഏതൊരു കാര്യത്തിനെയാ നിങ്ങൾ ഇഷ്ടം വെച്ചു കൊണ്ടുവരുന്നത്? അതുകൊണ്ട് സ്വഹാബാ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ പവിത്രമായ ശഅബാനെ നിങ്ങൾ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നാൽ അതെത്രയോ മെച്ചമാണ്, അതെത്രയോ സന്തോഷമാണ്. ആ ദിനങ്ങളിലല്ലേ സ്വലാത്തുകൾ ചൊല്ലാനുള്ളത്, ആ ദിനങ്ങളിലല്ലേ മൗലിദ് ഓതാനുള്ളത്, ആ ദിനങ്ങളിലല്ലേ ഹബീബിനെ ചേർത്ത് പിടിക്കാനുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടുകയാണ്. അതുകൊണ്ട് ശഅബാൻ ഇഷ്ടം വെക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇതിൽ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരുടെ കൂട്ടത്തില്, ഉമ്മമാരുടെ കൂട്ടത്തിൽ ആരെല്ലാമാണോ നിറഞ്ഞ
മനസ്സോടുകൂടിയിട്ട് കമന്റിലൂടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തത് കരുണക്കടലായ അല്ലാഹ് അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്, വേദനകളെ മാറ്റണേ അല്ലാഹ്, വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്. ഈ മജ്ലിസ് മുടങ്ങാതെ കടന്നു വരുന്നവര്, ആമീൻ പറയുന്നവര്, ദിക്ർ ചൊല്ലുന്നവര്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ആരൊക്കെ ഓരോ ദിവസവും ചെയ്യുന്നോ അവരൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്നിപ്പോ ഒരു ലൈക്ക് ചെയ്യുമ്പോഴേ എല്ലാവരിലേക്കും എത്തും ഇൻഷാ അല്ലാഹ്. കഴിവിന്റെ പരമാവധി എല്ലാവരും ഇതിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരെന്ന് ഞാൻ മറന്നിട്ടില്ല. അതിൽ ഭൂരിഭാഗവും മക്കളുടെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു നല്ല മക്കളാക്കി, നല്ല ബുദ്ധിയുള്ള മക്കളാക്കി, നല്ല തന്റേടമുള്ള മക്കളാക്കി അല്ലാഹു മാറ്റട്ടെ. ഇൻഷാ അല്ലാഹ് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നും കൂടെ നിങ്ങൾ ഇട്ടാലേ അവരറിയുള്ളൂ. ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഖൈറായ വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്, സങ്കടങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഉമ്മാന്റെ രോഗം ശിവയാകാനും, കടം വീടാനും, വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാകാനും, പെട്ടെന്ന് ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂലാക്കണേ അല്ലാഹ്. മകനിക്ക് ജോലി ശരിയാകാനും വീട്ടിലൂടെ റോഡ് കിട്ടാനും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. തട്ടിക്കളയല്ലേ അല്ലാഹ്. മക്കളുണ്ടാകാൻ ദുആ ചെയ്യാൻ, അതുപോലെ മനസ്സ് നന്നാകാൻ ദുആ ചെയ്യാൻ. വീട്ടിൽ എപ്പോഴും രോഗങ്ങളാണ്, ആ രോഗങ്ങൾ മാറിക്കിട്ടാൻ ദുആരക്കാൻ. അതുപോലെ തന്നെ അല്ലാഹുവേ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ പറഞ്ഞ മക്കളുണ്ട്. റാഹിമായ അല്ലാഹ്, റാസിക്കായ അല്ലാഹ്, ഞങ്ങളുടെ പുന്നാര മക്കളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നല്ല +2 നല്ല മാർക്കോടുകൂടി, +1 നല്ല മാർക്കോടുകൂടി വിജയിക്കണമെന്ന് പറഞ്ഞ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് പ്രിയപ്പെട്ട മക്കളുണ്ട്. അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ നീ നല്ല വിജയം കൊടുക്കണേ അല്ലാഹ്, ദുആയിൽ ഉൾപ്പെടുത്തണേ. മോൾക്ക് പൊതുപരീക്ഷയാണ്, അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഹലാലായ കാര്യങ്ങളെല്ലാം ഹാസിലാകാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, നീ തട്ടല്ലേ അല്ലാഹ്, സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാഹ്, ഖായിബാക്കല്ലേ അല്ലാഹ്. മക്കൾ മദ്രസയിലും SLCയിലും അതുപോലെ +2 കിട്ടാനാണ്. അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ റബ്ബേ. ആ പൊന്നു മക്കളെ മുഴുവനും നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ നീ സ്വീകരിക്കണേ റബ്ബേ. വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ പറഞ്ഞവരുണ്ട്, നീ തട്ടല്ലേ അല്ലാഹ്. രോഗം മാറാൻ, ഉംറക്ക് പോകാൻ, ഈമാൻ കിട്ടി മരിക്കാൻ, അങ്ങനെ പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബേ. നീ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പല
പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരുണ്ട്. പടച്ചവനെ, അവരുടെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, പുണ്യമക്കയിലും മദീനയിലും എത്താൻ പറഞ്ഞവർ ഞങ്ങളുടെ സ്ഥാപനത്തിലെ കിണറ്റിലെ വെള്ളം നല്ലതായി കിട്ടാൻ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ, ഖൈറാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. അതെത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. മുത്തുനബിന്റെ ചാരത്തെത്താൻ പറഞ്ഞവരുണ്ട്. അങ്ങനെ പടച്ചവനെ, എന്റെ മോന് വിദേശത്ത് പോയി പഠിക്കാൻ അഡ്മിഷൻ വിസയെല്ലാം എത്രയും പെട്ടെന്ന് കിട്ടാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ പൊന്നുമക്കള് 10 അല്ലാഹുവേ, ഞങ്ങളുടെ അരുമ മക്കള് +2-നും +1-നും 10ാം ക്ലാസ്സിലും SLC-ക്കൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കള് എല്ലാ വിജയത്തിന്റെ വഴിയിലും എത്തിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ അരുമ മക്കള് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവരാണ്. അവരെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. പഠിച്ച കാര്യങ്ങള് അവർക്ക് ഓർമ്മ കൊടുക്കണേ അല്ലാ. നല്ലതുപോലെ അത് എഴുതാനും അത് എഴുതിയെന്നുള്ള സന്തോഷം അവർക്ക് വരാനും, റിസൾട്ട് വരുമ്പോ ഉന്നതമായ വിജയങ്ങളിൽ എത്തിയെന്ന മാതാവിനോട് പിതാവിനോട് പറയാനും ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.